എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. യെശയ്യായുടെ പുസ്തകം 8-ാം അധ്യായം 22-ാം വാക്യം. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. ദൈവത്തിന്റെ കൈ തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായി തന്നെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായി ഇരിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. എന്താണ് ദൈവത്തിന്റെ കൈയുടെ പ്രത്യേകത? ചെങ്കടൽ വിഭാഗിച്ചതിനെ കുറിച്ച് ഏകദേശം 10 വാക്യങ്ങളിലായി തിരുവെഴുത്തിൽ നമ്മൾ പഠിക്കുന്നു. അതിൽ 3 വാക്യങ്ങൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിലും 51-ാം അധ്യായത്തിലും 63-ാം അധ്യായത്തിലുമായി നാം ആ ഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതിൽ 63-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നാം വായിക്കുമ്പോൾ തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയിൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാകേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? ചെങ്കടൽ വിഭാഗിച്ചതിനെ കുറിച്ച് ഇവിടെ നാം പഠിക്കുന്നത് മോശയുടെ വടി നീട്ടിയതിനാലല്ല ചെങ്കടൽ വിഭാഗിക്കപ്പെടുന്നത്. എന്നാൽ മോശയുടെ കൈ ചെങ്കടലിന് നേരെ നീട്ടുമ്പോൾ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം, ആ കരം മോശയുടെ കൈയുടെ മേൽ വെച്ചു. അങ്ങനെയാണ് ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടത്. യെശയ്യാപ്രവചനം 11-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവൻ 7 വഴിയായി വിഭാഗിച്ചു, ചെരുപ്പ് നനയാതെ അവരെ കടക്കുമാറാക്കിയത് എഴുതിയിരിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത. തന്നെ അന്വേഷിക്കുന്നവർക്ക് ആ കരം അനുകൂലമായിരിക്കുന്നു. ചെങ്കടൽ കരയിൽ വന്ന് ഇസ്രായേൽ മക്കൾ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം മോശയിലൂടെ മോശയുടെ കരത്തിന്റെ മീതെ ദൈവത്തിന്റെ മഹത്വമുള്ള കരം വെളിപ്പെടുകയായിരുന്നു. നമ്മിലൂടെ പല കാര്യങ്ങൾ ദൈവം ചെയ്യുമ്പോഴും നാം ഇത് ഓർക്കണം. ദൈവത്തിന്റെ മഹത്വമുള്ള കരം നമ്മോടുകൂടെ ഇരിക്കുന്നത് കൊണ്ടാണ് പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ഏത് പ്രതികൂലങ്ങളെയും ദൈവത്തിന്റെ കൈ ചലിച്ചാൽ, അവന്റെ കൈ നമുക്ക് അനുകൂലമായിരുന്നാൽ ആ തടസ്സങ്ങൾ നീങ്ങപ്പെടുവാൻ കഴിയുമെന്ന് നാം തിരുവെഴുത്തെ പഠിക്കുന്നു. യഹോവയുടെ ഭുജം എന്ന് പറയുമ്പോൾ യെശയ്യാപ്രവചനത്തിൽ നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗത്തെ നാം പഠിക്കുമ്പോൾ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും. അപ്പോൾ യഹോവയുടെ ഭുജം എന്ന് പറഞ്ഞിട്ട് അവൻ എന്ന് പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെയാണ് യഹോവയുടെ ഭുജമെന്ന് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് വ്യക്തമായി പഠിപ്പാൻ കഴിയും. ആകയാൽ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങൾ, മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ കണ്ടുകൊണ്ട് നാം നിലവിളിക്കാതെ വണ്ണം, പ്രയാസപ്പെടാതെ വണ്ണം ദൈവത്തോട് പറയണം, കർത്താവേ, മോശയുടെ കരത്തിന് മീതെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം വെച്ച് ചെങ്കടലിലെ 7 വഴിയായി വിഭാഗിച്ചതുപോലെ ഞങ്ങളുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന പ്രതികൂലങ്ങളുടെ മേൽ ദൈവമേ അങ്ങയുടെ മഹത്വമുള്ള കരം നീട്ടണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ
നമ്മുടെ തടസ്സങ്ങൾ വേഗത്തിൽ നീക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി സ്തോത്രം. വയനുകളുടെ എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിനെ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണം.